തരിക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എന്താവട്ടെ, രോഗമാവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ, സാമൂഹികമായിട്ടുള്ള തകർച്ചകളാവട്ടെ, നമ്മുടെ അഭിമാന പ്രശ്നങ്ങളാവട്ടെ, എന്താവട്ടെ, അതിലെല്ലാം ക്ഷമിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിന്റെ പ്രീതിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപം പുറത്തു തരും എന്നുള്ളത് പ്രവാചകന്റെ വാഗ്ദാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹ്മദ് തിർമിദി എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തുടരെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ചരിത്രവും, അത് തന്നെയാണ് പ്രവാചകന്മാരുടെ ചരിത്രവും, അത് തന്നെയാണ് മുൻഗാമികളായിട്ടുള്ള സലഫുകളുടെ ജീവിതവും എല്ലാം നമ്മോട് പറയുന്നത്. ഒന്നിനെ പിറകെ ഒന്നായിക്കൊണ്ട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അവഹേളനങ്ങളും കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഏതുവരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതീഅ. ആ പ്രയാസത്തെ സഹിക്കുകയാണെങ്കിൽ അവസാനം തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ തനിക്കൊരു പാപവുമില്ലാതെ ആ റബ്ബിനെ കണ്ടുമുട്ടുവാറ് പ്രയാസങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുവാൻ വേണ്ടിയിട്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ബാധിച്ചിട്ടുള്ള രോഗമാവട്ടെ, അതെല്ലാം ക്ഷമ കൈക്കൊള്ളുക. ഓരോ നിമിഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ അത് മുഖേന പുറത്തു തരുമെന്നുള്ളത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. രണ്ടാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദറജകൾ, നമ്മുടെ പദവികൾ ഉയർത്തുവാൻ വേണ്ടിയിട്ടാകും എന്നതാണ്. മഹാനായ മുസ്ലിം അഹ്മദ് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ഒരു വിശ്വാസിക്ക് പരീക്ഷണം ബാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു ദറജ ഉയർത്തും, അതുപോലെ തന്നെ അവന്റെ ഒരു പാപം മായ്ക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിൽ നമുക്ക് ദറജ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വലിയ സൽക്കർമ്മങ്ങൾ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിലും എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ട് അതെല്ലാം ഒഴുകിക്കൊണ്ട് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഒരു പക്ഷെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്ന് വരാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ഓരോ സ്ഥാനം കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു വിശ്വാസിക്ക് അവനക്കായിട്ടൊരു സ്ഥാനം, ഒരു ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ആ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം കടന്നു ചെല്ലുവാൻ അവന് സാധിക്കില്ല. ഒരു പക്ഷെ അങ്ങനെ എന്താക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് നൽകും. ആ സമയത്ത് അവനെന്ത്